ഇതെങ്ങനെ ഇവിടെ വന്നേ? അച്ഛാ, ഇത് രാത്രി മൊത്തം എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. നമ്മളിപ്പോ സ്കൂളിലെത്തിയല്ലോ. ചിന്തോ, നിന്റെ നോട്ട് അവിടെ? ആ, ഇപ്പൊ തരാം മിസ്. ഞാൻ അത് എടുക്കുകയാണ്. ചാർജ് ഇല്ലേ? എടാ ഗോപി, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിന്റെ പേരിൽ ലൗഡ് ഗോപി എന്ന് വെക്കാനുള്ള എന്റെ കാരണം. ഇന്ന് നീ എനിക്ക് സ്കൂളിൽ വെച്ചൊരു പണി തന്നില്ലേ? നിന്റെ അനിയത്തി പൂർണിമ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അവൾക്ക് പാവയെന്ന് വെച്ചാ. ഹായ് ചിണ്ടു. ആ, ഈ സ്ഥലം കൊള്ളാം. നീ ഇവിടെ തന്നെ ഇരിക്കും. ഇവിടെ ഇരുന്ന പൂർണിയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാം. ചിണ്ടു, ഇതിനുള്ളിലാണോ നീ എന്നെ വെക്കാൻ പോകുന്നേ? എനിക്ക് വേറെ വഴിയില്ല. ഇതിനുള്ളിൽ കാറ്റ് പോലും കിട്ടില്ല. നീ എന്നെ വേറെ എവിടെയെങ്കിലും വെക്കാവോ? നിനക്ക് കാറ്റാണോ വലുത് അതോ നിന്റെ ജീവനോ? എടാ മണ്ടൻ ചിണ്ടു, കാറ്റില്ലെങ്കിൽ ജീവനില്ല. അതും കറക്റ്റാ. ഈ കബോർഡ് പൂർണ്ണി ഓപ്പൺ ചെയ്യില്ലല്ലോ അല്ലേ? അങ്ങനെയൊന്നും വരൂല ഗോപി. ഈ കബോർഡ് അവളെ കൊണ്ട് തുറക്കാൻ പറ്റില്ല. അപ്പൊ ഓക്കെ. അല്ല, നിനക്ക് മാജിക് പവർ ഇല്ലേ? അത് വെച്ച് അവളെ ഈ നാട്ടീന്നേ ഓടിച്ചൂടെ? അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ചിണ്ടു. എനിക്ക് അത്രയ്ക്കൊന്നും മാജിക് പവർ ഇല്ല. ഓ, അങ്ങനെയാണോ? ശരി, ഓക്കെ. ചേട്ടാ, പൂർണി, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? എനിക്ക് വല്ലാതെ ബോറടിക്കുന്നു. ബോറടിക്കുകയാണെങ്കിൽ പോയി ടി വി ആണ്. ഞാൻ രാവിലെ മുതൽ ടിവി തന്നെ കണ്ടോണ്ടിരിക്കുന്നേ. എന്നാ പോയി ഉറങ്ങിപ്പോ. എനിക്ക് ഉറക്കൊന്നും വരുന്നില്ല. ചേട്ടന്റെ കയ്യില് പാവയുണ്ടോ ചേട്ടാ? പാവയോ? പാവ എന്റെ കയ്യിലില്ല. അല്ല, ആദ്യം നിന്റെ കയ്യിൽ ഒരുപാട് പാവയുണ്ടായിരുന്നില്ലേ? അതുകൊണ്ടാ ചോദിച്ചേ. അതെ, മുൻപ് എന്റെ കയ്യിൽ പാവയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വലിയ പയ്യനായില്ലേ. ഇപ്പോഴും ഞാൻ പാവ വെച്ച് കളിക്കണോ? ശരി, പോ. ബൈ. എന്റെ അമ്മേ, അവള് പോയി. ഗോപി, അവള് പോയി. എന്താ ചിണ്ടു പാവയൊക്കെ ചോദിക്കുന്നല്ലോ? അവളുടെ കൈ കൊണ്ടാണോ എന്റെ മരണം? അതൊന്നുമില്ലെന്നേ, ഞാൻ നോക്കിക്കോളാം. ശരി ശരി, നീ ശ്രദ്ധിക്കണേ. അവള് ചിലപ്പോ വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? നമുക്ക് പിന്നെ കാണാം. ബൈ. എടാ 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 ചിണ്ടു അടക്കല്ലേ, എടാ ചിണ്ടു അടക്കല്ലേടാ. എനിക്ക് ശ്വാസം മുട്ടുന്നു. പറയുന്ന കേക്ക്. കബോർഡ് പോലും ക്ലീൻ ചെയ്തിട്ടില്ലല്ലോ. ഓ, രാവിലെ ഇതിന് പിടിപ്പത് പണിയാ. അതെ, ആ, ഇന്ന് വൈകുന്നേരം നമുക്ക് പിള്ളേരൊക്കെ ആയിട്ട് അമ്പലത്തിലൊന്ന് പോയാലോ? നമുക്ക് വേറൊരു ദിവസം പോവാടി. ഇന്ന് ഏതാ ദിവസം അറിയോ? എന്ത് ദിവസായാലും എന്താ? എന്നെ സംബന്ധിച്ച് ഇന്ന് സൺഡേയാ. ചുമ്മാ ടിവിയുടെ മുമ്പിൽ മരം പോലെ ഇരിക്കുകയല്ലേ? അവിടെ ഇരിക്കുന്ന ക്യാരറ്റൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചാൽ എന്താ? ഇപ്പോഴല്ലേ ഞാൻ പറഞ്ഞു ഞാൻ ടയേർഡാണെന്ന്. ഛേ, ആഴ്ചയിൽ ഒരു ദിവസം ലീവ് കിട്ടുന്നേ. അന്നാ ഇവള് വന്നിട്ട് ക്യാരറ്റ് വെട്ട് ബീൻസ് വെട്ടുന്നു. ചിണ്ടുന്റെ അമ്മേ, വരൂ 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 വരൂ. അമ്മ, അടുത്ത വീട്ടിലെ പരിമളം ചേച്ചി വന്നിട്ടുണ്ട്. ഇരിക്കൂ ഇരിക്കൂ. ചിണ്ടുന്റെ അമ്മ എവിടെ? അതാ കിച്ചണിലുണ്ട്. ഓ, കിച്ചണിലാണല്ലേ. ചിണ്ടുന്റെ അച്ഛ, ദാ ഈ തേങ്ങ ഒന്ന് ഉടച്ചു തരാവോ? ഞാൻ നോക്കിട്ട് ഉടയുന്നേ ഇല്ല. അതിങ്ങ് തന്നേര്, ഞാൻ ഉടയ്ക്കാന്നേ. താ ഇതൊക്കെ ഈസി കാര്യമല്ലേ. നിങ്ങളോട് വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ പോയി ഉടച്ചിട്ട് വരാം. അല്ലേ ചിണ്ടുന്റെ അമ്മേ, ഇന്ന് എന്ത് കറിയാ വെച്ചിരിക്കുമേ? ഞാനിന്ന് കുമ്പളങ്ങ കറിയാ വെച്ചത്. ഞാൻ പടവലങ്ങ കറിയാ വെച്ചത്. ഓ, അപ്പുറത്തെ വീട്ടുകാരായിട്ടുള്ള പ്രശ്നമൊക്കെ മാറിയോ? അപ്പുറത്ത് വീട്ടിലെ കോമളില്ലേ, അവളായിട്ട് എന്തോ പ്രശ്നമാന്നേ. ഓ, അങ്ങനെയാണോ? അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. രണ്ട് വർത്താനം പറഞ്ഞിട്ടുണ്ട് കാര്യം. ഇതാ പിടി. വാവ്, ചിന്തുവിന്റെ അമ്മയായിട്ട് നോക്കിയേ, എത്ര ഭംഗിയായിട്ട് ഉടച്ചിരിക്കുന്നേന്ന്. ഇവളെപ്പോഴാ ഇവിടെ വന്നേ? അവിടെ ഇരിക്കുന്ന ക്യാരറ്റൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചാൽ എന്താ? ഇപ്പോഴല്ലേ ഞാൻ പറഞ്ഞു ഞാൻ ടയേർഡാണെന്ന്. ശരി ചിണ്ടുവിന്റെ അമ്മേ, പടവലങ്ങ കറി അടുപ്പിൽ വെച്ചിരിക്കുക. ഞാൻ പോയിട്ട് വരെ. പോയിട്ട് വാ. പറയാൻ മറന്നുപോയി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. ദൈവമേ, ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേർക്ക് ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണോ? അത് പറഞ്ഞില്ലല്ലോ. അല്ല, ഇന്ന് നൈറ്റ് നിനക്ക് സർപ്രൈസ് തരാന്ന് വിചാരിച്ചു. ഹാപ്പി വെഡിങ് ഡേ അമ്മ. താങ്ക് യു. ഹാപ്പി ഡെത്ത് ഡേ അച്ഛാ. ഇവന്റെ കാര്യം പോടാ, ഞാൻ തീർന്നു. നിങ്ങളൊന്ന് ബെഡ്റൂമിലേക്ക് വാ, എനിക്ക് കുറച്ച് സംസാരിക്കണം. അയ്യോ, അവള് വിളിക്കുന്നു. നീ പോ, ഞാൻ പിന്നാലെ വരാം. ചിണ്ടു, എനിക്കൊരു ഐഡിയ. പറ ഗോപി.
അതെ, നിന്റെ കയ്യില് വേറെ ഏതെങ്കിലും പാവയുണ്ടോ? എന്തിനാ? ഉണ്ടെങ്കിൽ അവളുടെ കൊടുത്തു നോക്ക്. അവൾ അതിന്റെ തലയെടുക്കുമെന്ന് നോക്കാം. അതെല്ലാം അവള് നശിപ്പിക്കും. അവളിനി മാറിയിട്ടുണ്ടെങ്കിലോ? ചുമ്മാ ഒരു പാവ കൊടുത്തു നോക്ക്. മാറിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അറിയാലോ. പിന്നെ അവളെ പേടിക്കണ്ടല്ലോ. അതവള് നാശാക്കിയാലോ? അവളത് നശിപ്പിച്ചു കഴിഞ്ഞാൽ അവള് മാറിയിട്ടില്ല എന്നർത്ഥം. ഈ കബോർഡിൽ ജീവിക്കാനായിരിക്കും പിന്നെ എന്റെ വിധി. ശരി, ഓക്കെ, ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ. ആ, ട്രൈ ചെയ്ത് നോക്ക്. ശരി, ബൈ. പൂർണി, പറ ചേട്ടാ. ദാ പാവ വേണമെന്ന് പറഞ്ഞില്ലേ? ചേട്ടനയില് പാവയില്ലാന്ന് പറഞ്ഞിട്ട്? അത് ഞാൻ പാവ വെച്ചിപ്പോ കളിക്കാറില്ലല്ലോ. നീ ചോദിച്ചോണ്ട് കടയിൽ പോയി വാങ്ങിയിട്ട് വന്നതാ. അങ്ങനെയാണോ? താങ്ക് യു ചേട്ടാ. ഉം. പാവ എങ്ങനെ കൈപിടിച്ച് തോക്കല്ലേ, അതിന് വേദനിക്കില്ലേ? വേദന എടുക്കുമെന്നോ? ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അച്ചോ, എന്തിനാ ഇതിനെ താഴെയിട്ടെ? ആ കുട്ടിയുടെ തലയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റില്ലേ? സോറി. ഇങ്ങതാ. ദാ പാവയുടെ തലയ്ക്ക് മുറിവായി. ഞാൻ നിനക്ക് മരുന്ന് തരാ. താങ്ക്സ് ചേട്ടാ. ശരി, നിനക്കിനി ബോറടിക്കില്ല. ഈ പാവ വെച്ച് കളിച്ചോട്ടോ. നിന്റെ മുടിയാകെ ജട പിടിച്ചല്ലോ. കണ്ണെന്താ അടഞ്ഞിരിക്കുന്നേ? ഇനി നിന്നെ ഞാൻ നോക്കിക്കോളാം. പൂർണ്ണി വന്നല്ലോ. ഇനി മുതൽ നിന്റെ എല്ലാം ഞാനാ. നിനക്ക് ഞാൻ ബെഡൊക്കെ വിരിച്ച് റെഡിയാക്കി തരാം. സമാധാനമായിട്ട് ഉറങ്ങ്. ഗോപി, പറയ് ജിൻഡു. ഒരു ഹാപ്പി ന്യൂസ്. എന്ത് ഹാപ്പി ന്യൂസാ ജിൻഡു? അവള് നീ പറഞ്ഞതുപോലെ മാറിയെന്നാ തോന്നേ. അത് കൊള്ളാലോ ചിണ്ടു. ഉം. അല്ല, അവിടെ എന്താ സംഭവിച്ചേ? ഞാനൊരു പാവ വാങ്ങി കൊടുത്തിരുന്നു. അപ്പൊ അവള് ചോദിക്കാ, എന്തിനാ അതിന്റെ കൈ പിടിച്ച് പൊക്കുന്നേ, തല പിടിച്ച് പൊക്കുന്നേന്ന്. അതിനുശേഷം ഉണ്ടല്ലോ, അതിന് പൊട്ടുകുത്തി കൊടുക്കുന്നു, കുളിപ്പിക്കുന്നു, മുടി ചീക്കി കൊടുക്കുന്നു. നല്ല സേഫ്റ്റി ആയിട്ടാ നോക്കുന്നേ. അത് കൊള്ളാം ചിണ്ടു. ഞാനല്ലേ പറഞ്ഞവള് മാറിയിട്ടുണ്ടാവുന്നു. അപ്പൊ നീയല്ലേ കേക്കാതിരുന്നേ? ആ, ശരിയാ. അതെ ചിണ്ടു, അവളിപ്പോ മാറിയില്ലേ. ഇനി എന്നെ കബോർഡിന്ന് പുറത്തെടുത്തൂടെ? ആ, വേണ്ട, ഇന്നൊരു ദിവസം കൂടി കഴിയട്ടെ. നാളെ നിന്നെ ഞാൻ റിലീസാക്കാം. ദൈവമേ, അപ്പൊ നാളെ വരെ വെയിറ്റ് ചെയ്യണല്ലേ? ആ, ശരി ഗോപി, എനിക്ക് ഒരു ഐസ്ക്രീം കിട്ടിയാ കൊള്ളായിരുന്നു. ആ, തരാലോ ചിണ്ടു. നീ മന്ത്രം ചൊല്ല്. ലൗഡ് ഗോപി, ലൗഡ് ഗോപി, ലൗഡ് ഗോപി. എന്റെ അച്ഛനോട് അമ്മയോട് ഞാൻ എത്ര തവണ ഐസ്ക്രീം വാങ്ങിത്തരാൻ പറഞ്ഞിട്ടുണ്ട്? ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടോ? ലൗഡ് ഗോപി, നീ എനിക്ക് എത്ര തവണയാ വാങ്ങി തന്നിട്ടില്ലേ? ഐസ്ക്രീം നന്നായിട്ടുണ്ട്. ശരി, ഓക്കെ, ഞാനിപ്പോ ഉറങ്ങാൻ പോവാ. നമുക്ക് നാളെ കാണാവേ. നാളെയാണ് നിന്റെ റിലീസ് ഡേറ്റ്. അതെ 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 ചിണ്ടു. നാളേക്ക് നിന്റെ സ്വാതന്ത്ര്യദിനാ. ഓക്കെ അല്ലേ? ബൈ, ഗുഡ് നൈറ്റ്. എന്താ, ഞാൻ പൂർണിമയെ പറ്റി എന്തൊക്കെയാ വിചാരിച്ചല്ലേ? പക്ഷെ അവൾക്ക് പാവകളൊക്കെ ഇത്ര ഇഷ്ടമായിരുന്നു അല്ലേ? നല്ല മാറ്റമുണ്ട്. അതിന് നന്നായിട്ട് കിടത്തി, മുടി ചീകി, അതിന് പുതപ്പിച്ചു കൊടുത്തിട്ട് ഉറക്കിട്ട് പോയല്ലേ അവള്. ഛേ, ഇവളെ പറ്റി ഞാൻ തെറ്റിദ്ധരിച്ചു പോയല്ലോ. പോ ചിണ്ടു. ഇതിന്റെ ബോഡി ഇതെവിടെ പോയി? ഗോപി, ഗോപി, ഗോപി.